നിങ്ങളെ പേരൻസ് ഉണ്ടെങ്കിൽ അവരെ കേൾപ്പിക്കേണ്ട ഭാഗമാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നി നിങ്ങൾ ആയിട്ടില്ല, ഇത്രയും കൂടി വലുതാവട്ടെ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര വലുതായി പോയി, ലൈക്ക് ഐ എം ലിറ്റിൽ ടു ഓൾഡ് ഫോർ ദിസ് എന്ന് തോന്നുകയാണെങ്കിൽ that should not be a reason. ഇത് ചിന്തിച്ചു വരുമ്പോഴത്തേക്ക് you lose your flow. Hello everyone. നിങ്ങൾക്ക് എന്നെ മിക്കവാറും അറിയുന്നത് ഒരു ഇംഗ്ലീഷ് PhD ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ടീച്ചർ, NRI, ഇങ്ങനെ എന്തെങ്കിലും ഒരു മിസ്കൺസെപ്ഷൻ വഴിയായിരിക്കും. These are the labels that I've heard. But well, let me give you a proper introduction. My name is Fatima Huda Bedi and ഇപ്പം I'm 21 years old. പിന്നെ പല കമ്പനീസിൻ്റെ കൂടെ ഇംഗ്ലീഷ് ലേണിംഗ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് വഴിയായിരിക്കും നിങ്ങൾ എന്നെ മിക്കവാറും കണ്ടിട്ടുണ്ടാവുക. So I do content creation for companies and I also run a business. And I do some influencing on Instagram. So 3 Instagram influencing ചെയ്യുന്നുണ്ട്. ഞാൻ 12th grade സമയത്താണ് ഞാൻ ഇംഗ്ലീഷ് റിലേറ്റഡ് കോണ്ടന്റ് ചെയ്യാൻ തുടങ്ങിയത്. സോ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ, മോസ്റ്റ് പ്രോബ്ലി ബി ഡ്യൂറിങ് ദാറ്റ് പീരിയഡ് ഓഫ് ടൈം. ഞാൻ 12th പഠിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് ടുവേഴ്സ് ദി എൻഡ് ഓഫ് മൈ 12th grade. സോ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് ബിസിനസ് തുടങ്ങുന്നത് 5th സ്റ്റാൻഡേർഡിലാണ്. ആൻഡ് 5th സ്റ്റാൻഡേർഡിൽ തുടങ്ങിയ ബിസിനസ് എന്ന് പറയുന്നത് ഐ യൂസ് ടു കസ്റ്റമൈസ് ഫോൺ കേസസ് അക്കോർഡിംഗ് ടു മൈ ക്ലയൻസ് പ്രെഫറൻസ്. അത് കഴിഞ്ഞ് പിന്നെ വാട്ട് ഹാപ്പൻ വാസ് 7th സ്റ്റാൻഡേർഡിൽ വേറൊരു ബിസിനസ് തുടങ്ങി. പിന്നെ 8th grade തുടങ്ങിയതാണ് ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോർ. ആൻഡ് അത് ഇപ്പോഴും എൻ്റെ ഒരു സൈഡ് ഹസലായി മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റോറാണ് ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞിട്ട്. ഞാൻ 18 years മുതലാണ് ജോലി ചെയ്യാൻ തുടങ്ങിയത്. സോ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ ഐ യൂസ് ടു വർക്ക് as well. And ആ സമയത്ത് ഐ വർക്ക്ഡ് ആസ് ആൻ ഇന്റീരിയർ ഡിസൈൻ കൺസൾട്ടൻറ്റ് ആൻഡ് കോർഡിനേറ്റർ, പിന്നെ മീഡിയ ക്രിയേറ്റീവ് കൺസൾട്ടൻറ്റ്, പിന്നെ കോണ്ടന്റ് ക്രിയേറ്റർ ഫോർ കമ്പനീസ്, ഇങ്ങനെ കുറേ കമ്പനീസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ കഴിഞ്ഞ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഐ വാസ് ഏബിൾ ടു ഡു ക്വൈറ്റ് എ ലോട്ട്. ആൻഡ് ഇതിൻ്റെ ഒക്കെ കാരണം നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ മെയിൻ റീസൺ വാസ് കമ്മ്യൂണിക്കേഷൻ. കാരണം ടാലൻറ്റ് എല്ലാവർക്കും ഉള്ള സംഗതിയാണ്. ലോട്ട് ഓഫ് പീപ്പിൾ ആർ ടാലൻറ്റഡ്. പക്ഷേ ദ മെയിൻ പ്രോബ്ലം ഓവർ ഹിയർ ഇസ് നിങ്ങളുടെ ടാലൻറ്റ് ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഓഫ് നോ യൂസ്. കാരണം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ടാലൻറ്റ് വാട്ട് യു ഗോണ ഡു വിത്ത് ഇറ്റ് എനിവേ. ഇഫ് ദ വേൾഡ് നോസ് അബൌട്ട് യുവർ ടാലൻറ്റ് ദാറ്റ് ഇസ് വെൻ ഇറ്റ് ആക്ച്വലി ബിക്കംസ് യൂസ്ഫുൾ. അപ്പം ഈ ടാലൻറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന വേസിൽ വൺ ഓഫ് ദി മോസ്റ്റ് ക്രൂഷ്യൽ വേസ് ഇസ് ത്രൂ കമ്മ്യൂണിക്കേറ്റിംഗ്. ഈ കമ്മ്യൂണിക്കേറ്റിംഗ് പറയുമ്പോൾ തന്നെ വൺ മിസ്കൺസെപ്ഷൻ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ഇസ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്നത് വെറും ലാംഗ്വേജ് ആണ്. അവൾക്ക് ഇംഗ്ലീഷ് അറിയാലോ, എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ് ഐ എം നോട്ട് ഏബിൾ ടു ഡു എനിത്തിങ് എന്നുള്ളത്. പക്ഷേ ലാംഗ്വേജ് ഈസ് ജസ്റ്റ് 50% ഓഫ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ ബാക്കി 50% ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അതൊരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കുന്നത് ഇറ്റ് ഈസ് യുവർ കറേജ്, യുവർ കോൺഫിഡൻസ് ആൻഡ് ദി എബിലിറ്റി ദറ്റ് യു ഹാവ് ഇൻ ഓർഡർ ടു കൺവേ യുവർ ഐഡിയാസ്. സോ ഇതില്ലാത്ത കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് യൂസ്ലെസ്. ഐ വിൽ ഗിവ് യു എ സ്മോൾ എക്സാമ്പിൾ ഫ്രം മൈ ഓൺ ലൈഫ്. ഇപ്പം ഞാൻ പഠിച്ചത് കേംബ്രിഡ്ജിൻ്റെ ഇൻ്റർനാഷണൽ സിലബസ് ആണ്. അപ്പം ഞങ്ങൾക്ക് എന്ന് പറയുന്നത് എക്സാംസ് വരുന്നത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വെൻ യു ആർ റൈറ്റിംഗ് ദിസ് പെർട്ടിക്കുലർ എക്സാമിനേഷൻ യു വിൽ ബി അസസ്ഡ് ഓൺ ബേസ്ഡ് ഓഫ് യുവർ ലാംഗ്വേജ് സ്കിൽസ്, യുവർ സ്പീക്കിംഗ് സ്കിൽസ്, റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് യുവർ ലിസ്റ്റിംഗ് സ്കിൽസ്. സോ ഏകദേശം ഒരു IELTS എക്സാമിനേഷൻ പോലെ. അപ്പോൾ കേംബ്രിഡ്ജിൽ നിന്നാണ് എക്സാമിനേഴ്സ് വരുന്നത്. സോ ഈ കേംബ്രിഡ്ജിൽ നിന്ന് എക്സാമിനേഴ്സ് വരുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സും എന്ന് പറയുന്നത് മലയാളം അറിയാത്ത ഇംഗ്ലീഷ് കൺട്രീസിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ പഠിക്കുന്നതും. സോ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതല്ല പ്രശ്നം. Rather, they were not able to speak. അവർക്ക് ഒരു എക്സാമിനറിൻ്റെ മുന്നേ during that pressure, they weren't able to speak. അവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ പോലും സംസാരിക്കാൻ പറ്റാതെ വന്നതാണ്. സോ അതാണ് അവർ ഫേസ് ചെയ്ത പ്രശ്നം. സോ ഞാൻ എന്നും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ലാംഗ്വേജ് മാത്രം പഠിക്കാതിരിക്കുക. നിങ്ങൾക്ക് നന്നായി ലാംഗ്വേജിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണമെങ്കിൽ യു ഹാവ് ടു വർക്ക് ഓൺ ദി അതർ 50%. നിങ്ങളെ കറേജും നിങ്ങളെ കോൺഫിഡൻസും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയാസ് നന്നായി കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം. സോ ഇതിനു വേണ്ടി ഇപ്പം നിങ്ങളൊരു ബിഗിനറാണ്, ഞാൻ നോട്ടീസ് ചെയ്തൊരു പ്രശ്നം, ലാംഗ്വേജ് പഠിച്ചു വരുന്ന ആൾക്കാരിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായി ഗ്രാമർ, ദേ ഫിക്സേറ്റ് ദംസെൽവ്സ് ഓൺ ഗ്രാമർ, പ്രൊനൗൺസിയേഷൻ ആൻഡ് ആക്സെൻറ്റ്. ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിലേക്ക് വരേണ്ട സംഗതിയാണ്. ബിക്കോസ് വാട്ട്, ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് you should learn a language the way you learn your native language. Like ഞങ്ങൾ മലയാളം പഠിച്ച പോലെ ആയിരിക്കണം നിങ്ങൾ ഏതൊരു ലാംഗ്വേജും സംസാരിക്കാൻ പഠിക്കുന്നത്. കാരണം ഞങ്ങൾ മലയാളം പഠിക്കുന്ന സമയത്ത് we never learn grammar. ഞങ്ങൾ ഗ്രാമറിലോ അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ടോ അല്ല മലയാളം പഠിക്കുന്നത്. അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി നാച്ചുറൽ. യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഇൻ ദാറ്റ് ലാംഗ്വേജ് വെരി വെൽ. ഇംഗ്ലീഷ് മാത്രമല്ല ഏതൊരു ലാംഗ്വേജും. പക്ഷേ ഇതിന് പകരം നിങ്ങൾ ഈ ഗ്രാമറും ടെക്നിക്കാലിറ്റീസും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് when you're trying to speak ഇത് ആദ്യം ആലോചിക്കുന്നത് ഹാസ് ആണോ, ഹാവ് ആണോ, ഇസ് ആണോ, ആറാണോ, ഇത് ചിന്തിച്ചു വരുമ്പോഴത്തേക്ക് യു ലൂസ് യുവർ ഫ്ലോ. യു വോണ്ട് ബി ഏബിൾ ടു സ്പീക്ക് വാട്ട് യു റിയലി ഹാഡ് ടു സ്പീക്ക്. സോ ഇറ്റ്സ് എൻ ഒബ്സ്ട്രക്ഷൻ ടുവേർഡ്സ് യുവർ തോട്ട് പ്രോസസ്.
അതുകൊണ്ട് ഒരിക്കലും ടെക്നിക്കാലിറ്റീസിൽ ഫിക്സേറ്റ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ബിഗിനേഴ്സ് ആണെങ്കിൽ. rather try exposing yourself to the language. കഴിയുന്നത് ആ ലാംഗ്വേജ് നന്നായി കേൾക്കാനോ അതേപോലെ തന്നെ സംസാരിക്കാൻ പറ്റിയ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ട്രൈ സ്പീക്കിംഗ്. ദാറ്റ്സ് വാട്ട് വിൽ ഹെൽപ്പ് യു. സോ ഇത് ബിഗിനേഴ്സിന് വേണ്ടി ഞാനൊരു ചെറിയ ടിപ്പ് ഷെയർ ചെയ്തതേ ഉള്ളൂ. സോ ഓൾവേസ് ഫോക്കസ് ഓൺ the exposure towards a language rather than fixating yourself on grammar, accents and pronunciation. You can work on that later. പിന്നെ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഫോർ ദാറ്റ് മാറ്റർ ഹാസ് ഹെൽപ്പ് മീ എ ലോട്ട് ഇൻ ലൈഫ്. ഇപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ആസ് ഐ ടോൾഡ് യു IGCSE ഈ എക്സാമിന് ഹെൽപ്പ് ചെയ്ത പോലെ തന്നെ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐ അപ്ലൈ ടു ദി ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. ആ അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റീസിൽ ഐ അപ്ലൈ ടു വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് as well. സോ ഡിസൈൻ കോഴ്സസ് ഉണ്ടായിരുന്നു, പിന്നെ BBA, എക്കണോമിക്സ്, സൈക്കോളജി, അങ്ങനെ ഏതൊക്കെയോ കോഴ്സ് കണ്ടതൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ അപ്ലൈ ചെയ്ത എല്ലാ കോഴ്സസിനും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സ്റ്റോറി ഇപ്പം ഞാൻ ഈ കിട്ടിയ എല്ലാ കോഴ്സും നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും it was always like 2-step process. There was an entrance exam and then there was an interview. This entrance exam, I suck at entrance exams. Like my general knowledge is on a -100. I can never ace entrance exams കാരണം general knowledge ന്യൂസ് കേൾക്കുന്ന പരിപാടിയേ ഇല്ല, ആൻഡ് ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ജനറൽ നോളജ് ഇഫ് യു ആസ്ക് മീ എനിത്തിങ് അബൌട്ട് ദാറ്റ്. അപ്പോൾ എനിക്ക് എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഐ സക്ക് അറ്റ് ദാറ്റ്. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂലാണ് ഐ ഏസ് മൈ ഇന്റർവ്യൂസ്. ഇന്റർവ്യൂസ് ആർ മൈ ഫോർട്ടേ. ലൈക്ക് I wait for my interviews. That is when I impress the college or whatever I'm working with. ഇതേ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻട്രൻസ് എക്സാമിൽ ഫുൾ മാർക്സ് കിട്ടിയ എത്രയോ ആൾക്കാർ ദേ ഡോണ്ട് ഗെറ്റ് സെലക്ടഡ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി ഇന്റർവ്യൂ. ബിക്കോസ് ഇന്റർവ്യൂസ് ഹോൾഡ് മോർ വാല്യൂ ദാൻ എൻ എൻട്രൻസ് എക്സാം. കാരണം നോളജ് ഉണ്ടായിട്ട് കാര്യമില്ല. ഇഫ് യു കാൺ കമ്മ്യൂണിക്കേറ്റ്, ഇഫ് യു കാൺ റിയലി യൂസ് ഇറ്റ് ഇൻ യുവർ റിയൽ ലൈഫ്, ഇഫ് യു ഡോണ്ട് ഹാവ് ദി ഇമോഷണൽ ഇന്റലിജൻസ് ടു ടോക്ക് ടു പീപ്പിൾ, അതിൻ്റെ ഒരു ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ. ഈ നിങ്ങൾക്കുള്ള അറിവ് ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ, വിച്ച് ഇസ് വൈ ഇന്റർവ്യൂസ് റിയലി ഹെൽപ്പ്. ഈ ഇന്റർവ്യൂസിലും ഇതേപോലെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയി വരുന്ന ഒരു സ്കിൽ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ ഈ ജോബ്സ് ഞങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 18 ഇയേഴ്സ് മുതൽ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഐ വാസ് ദ യങ്ങസ്റ്റ്. ഞാൻ വർക്ക് ചെയ്ത എല്ലാ കമ്പനീസിലും ഐ വാസ് ഓൾവേസ് ദി യങ്ങസ്റ്റ്. പക്ഷേ ഈവൻ ദോ ഐ എം ദി യങ്ങസ്റ്റ്, I was always blessed to be on top of the hierarchy. So ഇതിനും ഹെൽപ്പ് ചെയ്യുന്നത് എന്നെക്കാട്ടി ക്വാളിഫിക്കേഷൻസും എന്നെക്കാട്ടി ഏജും എന്നെക്കാട്ടി എന്താ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ അണ്ടറിൽ നിർത്തി വർക്ക് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്, ഏജ് ഒരു ബാരിയർ ആക്കാതെ നോക്കിയതും it's always been communication. So I'm just telling you how important communication can be. ഇപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, oh, she's very talented, she knows the language, she can communicate very well. Well, we'll come to the main part. കാരണം this part I really want you guys to listen with your parents. നിങ്ങളുടെ പേരൻസ് ഉണ്ടെങ്കിൽ അവരെ കേൾപ്പിക്കേണ്ട ഭാഗമാണ്. കാരണം നിങ്ങൾ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആളായിരിക്കും. കാരണം എനിക്ക് അങ്ങനെ കുറേ ആൾക്കാരറിയാം, നല്ല ടാലൻ്റ് ഉണ്ട്, അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ പോയ ആൾക്കാർ. അതിൻ്റെ മെയിൻ കോമ്പണൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് വരുത്തുന്നത് അപ്ബ്രിങ്ങിങ് ഹാസ് ഗോട്ട് എ ലോട്ട് ടു പ്ലേ വിത്ത് ഹൗ യു ടേൺ ഔട്ട് ടു ബി ഇൻ ലൈഫ്. എൻ്റെ കാര്യത്തിൽ അൽഹംദുലില്ലാ ഐ ബിൻ വെരി ലക്കി. കാരണം എൻ്റെ പേരൻസ് ദേ ഡിഡ് എൻ എക്സെല്ലിംഗ് ജോബ് വെൻ ഇറ്റ് കംസ് ടു പേരൻറ്റിങ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് അറിയുന്ന കുറേ ആൾക്കാരിൽ ഞാൻ കണ്ടത്, എന്തെങ്കിലും പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാർ പോലും എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുമ്പോൾ ഈ പേരൻസ് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷേ എൻ്റെ പേരൻസ് എന്നും പറഞ്ഞു തന്നിട്ടുള്ളത് മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഒന്നും കൂടി എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ്. സോ വെൻ യു ആർ ഓൺ സ്റ്റേജ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുമ്പോൾ അപ്പോഴാണ് ശരിക്കും ഓഡിയൻസ് എൻ്റർടൈൻഡ് ആവുന്നതും. ദാറ്റ് ഇസ് വെൻ എ ഷോ ബിക്കംസ് ഫൺ എന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റിലാണ് എന്നും മിസ്റ്റേക്സിനെ കാണാൻ വേണ്ടി പഠിപ്പിച്ചത്. സോ മിസ്റ്റേക്സ് ഒരിക്കലും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഇപ്പോൾ ഓൺ സ്റ്റേജ് ആണെങ്കിലും. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് സ്റ്റേജ് ഫിയറിൻ്റെ കാര്യത്തിലും കുറേ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു കോൺസെപ്റ്റാണ്. മിസ്റ്റേക്സ് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ഏത് സ്റ്റേജ് ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ്. ഇതേപോലെ പേരൻറ്റിങ് പ്ലേ ചെയ്യുന്ന കുറേ റോൾസിലൊന്നാണ് ഈ ഏജ് ബാരിയർ. ഇപ്പം ഇഫ് യു ലുക്ക് അറ്റ് മൈ ഹിസ്റ്ററി ഓൾസോ യു വിൽ ഗെറ്റ് ടു നോ ദാറ്റ് ഐ ഹവ് ഡൺ എ ലോട്ട് ഓഫ് തിങ്സ് പ്രിറ്റി ഏർലി ഓൺ ഇൻ ലൈഫ്. അപ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 5th സ്റ്റാൻഡേർഡിൽ ഞാൻ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് പപ്പ വന്നിട്ട് എന്താ നീ 5th എത്തിയിട്ടേ ഉള്ളൂ, ഇത്തിരി വലുതാവട്ടെ, അതൊക്കെ 10 കഴിഞ്ഞിട്ട് തുടങ്ങാം, ഇപ്പം നീ ഭയങ്കര ചെറുതാണ്, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇഫ് യു വോണ്ട് സ്റ്റാർട്ട് സംതിങ് വെൽ യു സ്റ്റാർട്ട് ഇറ്റ്. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് രണ്ടാളും. നമുക്കാകെ ഒരു കണ്ടീഷനേ ഉണ്ടായിട്ടുള്ളൂ, പഠിക്കുന്ന കാര്യത്തിൽ യു ഷുഡ് നോട്ട് ലാക്ക്. സോ അക്കാഡമിക്സ് ഒരിക്കലും ലാക്ക് ചെയ്യരുത്, അതിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷനെ അമ്മ വെച്ചിട്ടുണ്ടായിട്ടുള്ളൂ. ആൻഡ് ഐ ഹവ് ഓൾവേസ് മേഡ് ഷുവർ ദാറ്റ് ഇറ്റ്സ് നോട്ട് എഫക്റ്റഡ്. പക്ഷെ അതല്ലാതെ ബോത്ത് മൈ പേരൻസ് വെയർ വെരി സപ്പോർട്ടീവ്. ഈ സപ്പോർട്ടീവ് എന്ന് പറയുന്ന സമയത്തും ഐ വോണ്ട് എംഫസൈസ് ഇമോഷണൽ സപ്പോർട്ട് മാത്രമേ അവർ തന്നിട്ടുള്ളൂ, പെരഫറൽ സപ്പോർട്ട്സ് ഒന്നുമില്ല. അതായത് എനിക്ക് ചെയ്യേണ്ട കോൾ ഞാൻ തന്നെ ചെയ്യണം, അല്ലാതെ പപ്പ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദ കോൾ, ഐ വിൽ സ്പീക്ക് ടു ദ പീപ്പിൾ, അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ 5th സ്റ്റാൻഡേർഡിലെ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ 8th ആർട്ടിഫിഷ്യൽ തുടങ്ങിയ സമയത്ത് ഈ എന്താ പറയുക ഫ്ലീ മാർക്കറ്റ്സിൽ സ്റ്റോൾ ബുക്ക് ചെയ്യുന്ന സമയം മുതൽ എല്ലാം ഐ ഹാഡ് ടു ഹാൻഡിൽ. അല്ലാതെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഹെൽപ്പും തരില്ല, ആകെ ഇമോഷണൽ സപ്പോർട്ട്. നീ ഇഫ് യു വോണ്ട് ടു ഡു സംതിങ് യു ക്യാൻ ഡു വാട്ട് യു വാണ്ട്, വി ആർ ഓൾവേസ് ദെയർ എന്നുള്ള
ഈ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇറ്റ്സ് എ വെൽ ബാലൻസ് സപ്പോർട്ട് ഫോർ ദാറ്റ് മാറ്റർ. സോ ഇങ്ങനെയൊക്കെ പേരൻറ്റിങ്ങിൽ വന്നിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് ശരിക്കും എൻ്റെ ലൈഫിൽ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്തത്. സോ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ I don't think, even if I'm like the most talented person on the planet, I don't think it would have, I would have benefited from that talent. So I would like to thank my parents for that as well. And I want all the parents out there watching this video to know, നിങ്ങൾ ഒരാളെ ലൈഫിൽ പ്ലേ ചെയ്യുന്ന എത്ര വലിയ ഇമ്പോർട്ടൻറ്റ് റോൾ ആണെന്നുള്ളത് I really want you guys to think about it. ഒരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പം അടിച്ചമർത്തുന്നതിന് പകരം അത് കാണാതെ നിൽക്കുന്ന, like, pretending that it didn't happen actually helps more than even pointing out the mistake for that matter. പിന്നെ എനിക്കെന്നും എന്ത് ചൂസ് ചെയ്യണമെങ്കിലും അതിനുള്ള കംപ്ലീറ്റ് ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലീൻ്റെ ഭാഗത്ത് നിന്ന് there's always been a pressure to make me a doctor. അപ്പം 12th കഴിഞ്ഞപാട് 12th കഴിയുന്ന സമയത്തല്ല, അതിന് മുമ്പേ പറയാൻ തുടങ്ങി ഹുദനെ ഞങ്ങൾക്ക് ഡോക്ടർ ആക്കണം എന്നുള്ളത്. പക്ഷേ my parents never compelled me to become a doctor. Like, they never told me anything for that matter. They completely left it to me. അപ്പം ഈ വലിയ ഡിസിഷൻസ് മൊത്തം എൻ്റെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന ഏതൊരു ഡിസിഷനും എടുക്കാനുള്ള കംപ്ലീറ്റ് ഫ്രീഡം എൻ്റെ പേരൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് that is the reason for that matter why I'm able to enjoy what I'm doing and why I'm able to excel in what I'm doing. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട സംഗതിയാണ് ഞാൻ ചെയ്യുന്നുള്ളത്. ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, പപ്പയും മമ്മയും എല്ലാ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലും I was always part of it. ഞാൻ 8th ഗ്രേഡിൽ ഉണ്ടാകുന്ന സമയത്തെ പപ്പൻ എന്ത് വലിയ ബിസിനസ് റിലേറ്റഡ് ഡിസിഷൻസ് ആണെങ്കിലും he'll make me part of the decision making. He'll take in my suggestions also. ചെറുതാണെന്ന് വിചാരിച്ചിട്ട് നല്ല സജഷൻ ആണെങ്കിൽ he'll still take it. So ഇതൊക്കെ this has really helped me. ആ ഒരു ഏജ് ബാരിയർ ഇല്ലാതെ, അതേപോലെ ഒരു it just made me insensitive to the whole age restrictions അല്ലെങ്കിൽ age barriers and like you're too young for something, you're too late for something. No, you can never be too late for something, nor can you be too early for something. If you want to do something, well, that's the time. So നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നി, നിങ്ങൾ ആയിട്ടില്ല, ഇത്രയും കൂടി വലുതാവട്ടെ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര വലുതായി പോയി, like I'm a little too old for this എന്ന് തോന്നുകയാണെങ്കിൽ, well, that should not be a reason. അപ്പം ഈ അപ്ബ്രിങ്ങിങ്ങും കമ്മ്യൂണിക്കേഷനും ഇതൊക്കെ ഉണ്ടെങ്കിലും you always have to seek for opportunities. I would like to end on this note. കാരണം ഞങ്ങളെന്നും ഓപ്പർച്യൂണിറ്റീസ് വരുന്ന കാത്തിരുന്നാൽ you'll never be able to find any opportunities. I was always searching for opportunities. അപ്പം ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നത് ഇതേപോലെ 12th കഴിഞ്ഞ പാട് തന്നെ വെറുതെ ഇരിക്കുന്ന ആ ഒരു വെക്കേഷൻ സമയത്ത് I was actively seeking for things to do. So അങ്ങനെ ഞങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്യുമ്പോഴാണ് you will end up in things that that'll change your life altogether. So always seek opportunities. ഇപ്പം opportunities, it might not be really beneficial. ഇപ്പം money wise if you look at it, it might not be monetarily profitable sometimes. പക്ഷേ വരുന്നതെന്ന് ഇപ്പം ഞാൻ പറഞ്ഞ 5th grade ബിസിനസ് ഞാൻ അന്ന് തുടങ്ങി. 12th grade വരെയുള്ള സമയത്ത് ഞാൻ 12th grade I was blessed to have a TED talk. So ആ TED talk സ്കൂളിൽ TED club ഉണ്ടായിരുന്നു. So I happened to have my own talk show over there, and ആ സമയത്ത് it was one of the most popular talk shows of our school. So ഇതിൽ ഞാൻ പറയുന്ന ആ ഒരു TED talkൽ ഞാൻ പറയുന്നുണ്ടായത് എൻ്റെ 5th മുതൽ 12th വരെ ഞാൻ ചെയ്ത ബിസിനസ്സും അതിൻ്റെ എക്സ്പീരിയൻസും. കാരണം അന്ന് ഞാൻ സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ആൾക്കാരറിയോ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസിങ് അതൊന്നും ഇല്ലായിരുന്നു. So but still that turned out to be a very successful show. So what I'm trying to say is ആ എക്സ്പീരിയൻസ് അത് എത്രത്തോളം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് സീക്ക് ചെയ്യാൻ പറ്റും, try doing that because it's actually worth it. Even if you don't make any money out of it, trust me, every single thing that you do related to this is fully worth it. ഞാൻ കഴിയുന്നതും നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി I've tried my best. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. And I really hope you guys have a successful life. Thank you. കേട്ട കഥ പോലെ നിങ്ങളോടും നീ ഒരു പെൺകുട്ടിയാണ്, നിന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല, പതുക്കെ സംസാരിക്കും, സ്വപ്നങ്ങൾ കാണരുത്. ഇങ്ങനെ എത്ര പേർ എത്ര തവണ പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾക്കും പല കഥകളും പറയാനുണ്ടാകും അല്ലേ? ആളുകൾ എപ്പോഴും പറയും സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന്. പക്ഷേ അവർ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാലോ സൊസൈറ്റിയിൽ നിന്ന് അവർക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സ്വപ്നം കാണാനുള്ള ശക്തി സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലും നൽകണം. ധൈര്യമായി സ്വയം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ സ്വപ്നം കാണുന്നു. നിങ്ങളുടെ സ്വപ്നം ജോർജ് സ്കിൽസിലൂടെ യാഥാർത്ഥ്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ, ജോർജ് സ്കിൽസിൽ നിങ്ങളെപ്പോലെ സമാന ചിന്താഗതിക്കാരായ ആയിരക്കണക്കിന് സ്ത്രീകളെ കണ്ടുമുട്ടാനും അവരോടൊത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി പ്രവർത്തിക്കാനും സാധിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി ജോർജ് സ്കിൽസ് സുരക്ഷിതവും മികച്ചതുമായ ഒരു എൻവയോൺമെന്റ് നൽകുന്നു. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടായി ഞങ്ങളുണ്ട്. സോ സ്റ്റാർട്ട് യുവർ ജോർജ് ജേർണി ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.